ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം ഒരുപാട് നിർധന രോഗികൾക്കാണ് സഹായകരമായി മാറുന്നത്. അത്തരത്തിൽ ഒരാളാണ് പാമ്പാടി സ്വദേശി ജെയ്സൺ. ജെയ്സൺ ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ്. ജെയ്സന്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡയാലിസിസ് രോഗിയാണ്. ആഴ്ചയിൽ 3 ദിവസം ഇദ്ദേഹം ഡയാലിസിസിന് വിധേയമാകുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. അതുകൊണ്ട് തന്നെ മറ്റാരും സഹായിക്കാനില്ല, മാതാപിതാക്കളില്ല. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് സമീപം ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ജെയ്സന് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം വാങ്ങുന്നത് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറാണ്. ജെയ്സൺ തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കും. ജെയ്സന് ഈ പൊതിച്ചോറ് വിതരണം ഏറെ സഹായകരമാണോ? അതെ, 100%. കാരണം വെച്ചാൽ എനിക്ക് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഈ രോഗികൾ അടക്കം എല്ലാവരും രാഷ്ട്രീയം നോക്കാതെയാണ് ഇവിടെ വന്ന് ചോറ് വാങ്ങിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമാണ് ഇവർ, ഒരു മാറ്റമില്ല. ജെയ്സന്റെ ഒരു സാഹചര്യം എന്താണ്? എൻ്റെ സാഹചര്യം, ഞാനിപ്പം ആഴ്ച 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നതാണ് ഈ മെഡിക്കൽ കോളേജിൽ. ഞാനിവിടെ ഓട്ടോ ഓടിച്ചാൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമുക്ക് മരുന്നുകളടക്കം പലതും നമുക്ക് പുറത്തുനിന്ന് വാങ്ങി. ഒരു മാസം നമുക്ക് മെഡിസിൻ മാത്രം 5000 രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കാനുള്ളതുണ്ട്, കഴിക്കാനുള്ളത്. അത് നമുക്ക് പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അതുകൂടെ ഇപ്പോൾ ഇൻഷുറൻസും നമുക്കില്ലാത്തതുകൊണ്ട് ഡയാലിസിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കണം. എല്ലാം കൂടെ ഒരു 10-20,000 രൂപയ്ക്ക് മുകളിൽ ഒരു മാസം എനിക്ക് ചിലവ് വരുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത് മാത്രം. അതുകൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4000 രൂപയ്ക്ക് മുകളിൽ ഏറ്റവും കുറഞ്ഞ് ഞാൻ ഇവിടുന്ന് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ അഡ്മിറ്റ് ആയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ 12,000 രൂപയായി, എല്ലാം കൂടെ കൂടി എനിക്ക് ചിലവായത്. അതിൻ്റെ ഇടയ്ക്ക് ഇവരിപ്പം ഞാൻ പറഞ്ഞു, ഇവർ ഈ പൊതിച്ചോറിൻ്റെ കാരണം വെച്ചാൽ ഡിവൈഎഫ്ഐയുടെ പിള്ളേർ ഇവർ നിർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരു പൊതിച്ചോറിന് പുറത്ത് 100 രൂപ റേറ്റാണ് ഞങ്ങൾക്ക്. ഇവിടെ നിൽക്കുന്നവരെല്ലാം പെട്ടുപോകത്തേ ഉള്ളൂ. ജെയ്സന് എല്ലാ ദിവസവും ഈ പൊതിച്ചോറാണ് ഇവിടുന്ന് ചോറ് വാങ്ങിക്കുന്നത്. വീട്ടിലാരുമില്ലേ? വീട്ടിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും ഒക്കെ? അമ്മ അച്ഛനും ഒന്നുമില്ല. പാമ്പാടിയിലായിരുന്നോ വീട്? ആ, പാമ്പാടിലായിരുന്നു. ഇപ്പം മെഡിക്കൽ കോളേജിനോടെയാണോ താമസിക്കുന്നത്? 4.5 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇപ്പോൾ എന്താ അങ്ങനെ താമസിക്കാൻ കാരണം? കാരണം വെച്ചാൽ ഒന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നം, ഇവിടെ ഡയാലിസിൻ്റെ കേസായിട്ട്. 2 എനിക്ക് അവിടുന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ട്. ഇത് രണ്ടും കൂടെ കണക്കിലെടുത്ത് ഞാനിപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവിടെ വണ്ടി ഒരെണ്ണം എടുത്ത് ഇവിടെ കിടന്ന് ഓടും. ഇപ്പോൾ ഓട്ടോ ഓടിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിൽ വാഹനമൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ടോ? വേറെ നിവൃത്തിയില്ല. മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് മാർഗം വേണമല്ലോ. ആഴ്ചയിൽ 7 ദിവസവും ഈ പൊതിച്ചോറ് കൊണ്ടാണ് ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് തന്നെ എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നാണ് വാങ്ങിക്കുന്നത്. ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. അവർക്കും അറിയാം, ഇവർ വരുമ്പോഴെന്നെ കയറ്റി വിടും. പൊതിച്ചോറ് ഇവിടെ നിന്ന് വരുന്നത്. ജെയ്സൺ ഒരു പ്രതീകം മാത്രമാണ്. ഇതുപോലെ ജെയ്സനെ പോലെ ഒരുപാട് പേർക്ക് ആശ്വാസമാണ് ഈ പൊതിച്ചോറ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.